കോഴിക്കോട് പേരാമ്പ്ര ചാലിക്കരയിൽ വീട്ടുപറമ്പിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. കുഞ്ഞിക്കണ്ണൻ എന്നയാളുടെ വീട്ടിന് താഴെയാണ് സമീപവാസികൾ അസ്ഥികൂടം കണ്ടെത്തിയത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന കുഞ്ഞിക്കണ്ണനെ കുറച്ചു ദിവസങ്ങളായി കാണാനില്ലായിരുന്നു. നമുക്ക് ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് കുഞ്ഞിക്കണ്ണൻ എന്ന പേരിലുള്ള ആളാണ് ഇവിടെ താമസിച്ചിരുന്നത്. 77 വയസ്സോളം പ്രായമുണ്ട്. പ്രാഥമിക നിഗമനം അദ്ദേഹം തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ താമസിക്കാറുണ്ടെങ്കിലും ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ പോവാറുണ്ട്. അപ്പോൾ പ്രദേശവാസികൾ വിചാരിച്ചത് അങ്ങനെ സഹോദരിയുടെ വീട്ടിലായിരിക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പം KSEB ബില്ലുമായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥർ എത്തുകയും അപ്പോൾ കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മരുമകനെ വിവരം അറിയിച്ചത്. അപ്പോൾ ആ മരുമകന്റെ ഫ്രണ്ടാണ് ഇവിടെ ഉള്ളൊരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരാൾ. അപ്പം അദ്ദേഹത്തോടാണ് ഈ മരുമകൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല, കാണുന്നില്ല എന്നുള്ള വിവരം. അതനുസരിച്ചിട്ടാണ് അദ്ദേഹം. രാഹുൽ, വിവരങ്ങൾ പറയൂ. രാഹുൽ, കേൾക്കാമോ? അക്ഷയ, ഇത് കുഞ്ഞിക്കണ്ണൻ്റേത് തന്നെയാണെന്ന് സംശയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിന് തൊട്ടു താഴെ തന്നെയാണ് ഇങ്ങനെ അസ്ഥികൂടം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെതായ വസ്ത്രവും ചെരുപ്പും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന വേണം എന്ന് തന്നെയാണ്. ഏതായാലും ആരും തന്നെ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരാൾ അവിടെ മരിച്ചു കിടന്നത്, പിന്നീട് അത് അസ്ഥികൂടമായി മാറിയത്. കുറഞ്ഞത് 1 മാസത്തെയെങ്കിലും പഴക്കമുണ്ടെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുകയും ചെയ്യുന്നത്. കുഞ്ഞിക്കണ്ണൻ 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണ്. ഒറ്റക്കാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഭാര്യ നേരത്തെ മരിച്ചിരുന്നു, 2 മക്കളുണ്ട്. നാട്ടുകാർ, അയൽവാസികൾ പറയുന്നത് കുഞ്ഞിക്കണ്ണൻ നേരത്തേക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ഈ പുറത്ത് കാണാത്ത സമയത്ത് അവർ കരുതിയത് സഹോദരിയുടെ വീട്ടിലേക്ക് പോയതാകാം എന്നാണ്. അതുകൊണ്ട് ആ വീട്ടിലേക്ക് പോയി അങ്ങനെ പരിശോധനയൊന്നും നടത്തിയിരുന്നില്ല. അപ്പോൾ ഏതായാലും ഇന്ന് KSEB ജീവനക്കാരൻ കറണ്ടിൻ്റെ ബില്ലും